വ്യവസായ മാനേജ്മെൻറ്റ് രംഗത്തെ അതുല്യ പ്രതിഭയും കലാ സാംസ്കാരിക കായിക രംഗങ്ങളുടെ വളർച്ചയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുകയും ചെയ്ത യശശരീരനായ ശ്രീ MKK നായർ 1960 സ്ഥാപിച്ച ഫാക്ട് ടൗൺഷിപ്പ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം സ്മൃതി പർവം 2024. ഞാൻ രശ്മി S 1992 ബാച്ചിലെ വിദ്യാർത്ഥിനിയാണ്. സ്മൃതി പർവം 2024 പ്രൗഢഗംഭീരമായ കലാസന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അതിഥികൾ അവരവരുടെ മേഖലയിൽ തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ചവരാണ്. സ്മൃതി പർവം 2024 വേദി നിങ്ങളുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് ധന്യമാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഔപചാരികമായ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിലേക്കായി ആദ്യം സ്മൃതി പർവം 2024 പ്രസിഡന്റും GCDA ചെയർമാനുമായ ശ്രീ K ചന്ദ്രൻ പിള്ളയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആരണ്യകം, ഒരു വടക്കൻ വീരഗാഥ, നീലഗിരി, ഇൻസ്പെക്ടർ ബൽറാം, ദേവാസുരം, ദ പ്രിൻസ്, വാഴുന്നോർ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിൽ സഹസംവിധായകൻ. 2003 പുറത്തിറങ്ങിയ അമ്മക്കിളിക്കൂട് എന്ന ഹൃദയസ്പർശിയായ ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകൻ. പിന്നീട് 2023 പുറത്തിറങ്ങിയ ക്വീൻ എലിസബത്ത് എന്ന ചിത്രം വരെ എത്തി നിൽക്കുന്ന മലയാള ചലച്ചിത്ര സപര്യ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം മലയാളം ഫിലിം ഡയറക്ടർ ശ്രീ M പത്മകുമാർ. ആനന്ദ് നീലകണ്ഠൻ എന്ന പേര് സാഹിത്യപ്രേമികൾക്ക് മറക്കാനാകാത്ത ഒന്നാണ്. കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, കോളമിസ്റ്റ്, കാർട്ടൂണിസ്റ്റ്, ടെലിവിഷൻ രംഗത്തും ശ്രദ്ധേയൻ എന്നിങ്ങനെ സാഹിത്യ ലോകത്ത് ആനന്ദ് നീലകണ്ഠൻ എന്ന വ്യക്തിപ്രഭാവം പലതരത്തിലാണ്. രാവണന്റെ കാഴ്ചപ്പാടിൽ രാമായണത്തെ വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ച അസുര ടെയിൽ ഓഫ് ദ വാൻക്വിഷ്ഡ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ എഴുത്താണ്. അദ്ദേഹം ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയ ആളാണ് എന്നത് നമുക്ക് ഇരട്ടി മധുരമാണ്. സ്വാഗതം ശ്രീ ആനന്ദ് നീലകണ്ഠൻ. മലയാള സിനിമാ രംഗത്തെ മറ്റൊരു മേഖലയിൽ തൻ്റെ പ്രാവീണ്യം തെളിയിച്ച അത്രത്തോളം തന്നെ നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി പട്ടണം റഷീദിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്മൃതി പർവം 2024 വൈസ് പ്രസിഡന്റുമാരായ ശ്രീ EK സേതു, ശങ്കരൻകുട്ടി എന്നിവരെയും ജനറൽ സെക്രട്ടറി അനിരുദ്ധൻ PS-നെയും ആർട്സ് കമ്മിറ്റിയുടെ നെടുന്തൂണായ മലയാളത്തിൻ്റെ സംവിധായകൻ ശ്രീ മെക്കാട്ടിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്മൃതി പർവം 2024 സംഘാടക സമിതികളുടെ ഭാരവാഹികളെയും വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. കലാ സാംസ്കാരിക രാഷ്ട്രീയ കായിക സാഹിത്യ രംഗം പോലുള്ള വിവിധ മേഖലകളിൽ തങ്ങളുടെ മികവ് തെളിയിച്ച അനവധി വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മഹനീയമാണ് ഇന്നത്തെ സദസ്സ്. ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ K ചന്ദ്രൻ പിള്ളയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഈ സായാഹ്നത്തിൽ 3 പ്രധാനപ്പെട്ട അതിഥികൾ നമുക്കൊപ്പമുണ്ട്. അത് അങ്ങേയറ്റം അഭിമാനകരവും അതിലേറെ ആഹ്ലാദകരവുമാണ്. ശ്രീ ആനന്ദ് നീലകണ്ഠൻ്റെ സാന്നിധ്യമാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തേക്കും ഇംഗ്ലീഷ് ഭാഷയിൽ നോവൽ രചനയിലൂടെ ഒരു വലിയ വായനാ ലോകവും ആരാധക വൃന്ദവും ഉണ്ടാക്കിയ FSCT ഹൈസ്കൂളിൻ്റെ അതിമഹത്തായ സംഭാവനകളിൽ എടുത്തു പറയാവുന്ന പേരാണ് ശ്രീ ആനന്ദ് നീലകണ്ഠൻ. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വലിപ്പം കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടതിനേക്കാളും അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ അവശേഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള നാളുകളിൽ പുറത്തേക്ക് വരുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്ത് ഏറ്റവും ഹോട്ടായിട്ടൊരു കോളം എഴുതുന്നുണ്ട്. അത് ഇന്നത്തേതിനേക്കാളും നല്ല നിലയ്ക്ക്
മുമ്പോട്ട് പോകാൻ ഇടയുള്ള ഒന്നാണ്. ചട്ടമ്പി സ്വാമികൾ എഴുതിയതിനെപ്പറ്റി നടരാജഗുരു പറഞ്ഞു വെച്ചത് കടലാസിന് തീ പിടിക്കാത്തത് വലിയ ഭാഗ്യമായി എന്നാണ് ഒരിക്കൽ പറഞ്ഞത്. ചട്ടമ്പി സ്വാമികളുടെ ചില എഴുത്തുകളുടെ യുക്തിയുടെ ശക്തി കണ്ടിട്ട് അത് കണ്ട നടരാജഗുരു പിന്നീട് പറഞ്ഞത് ആ കടലാസിന് തീ പിടിക്കാതെ ഭാഗ്യമായിട്ട് കണക്കാക്കിയാൽ മതിയെന്നാണ്. ഈ ഇന്ത്യൻ എക്സ്പ്രസ് കോളം സൂക്ഷ്മമായി പിന്തുടർന്നാൽ അത് വളരെ വളരെ വളറ്റിലിറ്റി മാത്രമല്ല, സൊഫിസ്റ്റിക്കേഷൻ മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്താപരമായ ഒരുപാട് വിമർശന ബുദ്ധിയുള്ള സാമൂഹ്യ രാഷ്ട്രീയ മാനങ്ങൾ വരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ച് എല്ലാ ആഴ്ചയും വായിക്കുന്ന ചില ആഴ്ചകളിൽ ഞാൻ വിളിച്ച അഭിപ്രായം പറയും. അത് നന്നായി. പത്മകുമാറുമായി വ്യക്തിബന്ധം എനിക്കില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കൂടുതലായി കേരളത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം. അതും തികച്ചും നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് കൂടുതൽ മാറ്റുകൂട്ടുന്ന ഒന്നാണ്. പട്ടൺ റഷീദ് സ്കൂളിൻ്റെ സംഭാവനയാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഈ മുറ്റത്ത് പഠിച്ചും കളിച്ചും വളർന്നവരാണ്. ദേശീയ പുരസ്കാരത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് ഇന്നും അവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ അത് അടുത്ത തലമുറയ്ക്ക് കാലോചിതമായി വികസിപ്പിച്ച് പഠിപ്പിക്കുന്നതിനാവശ്യമായ ഒരു പ്രത്യേക സംവിധാനം അദ്ദേഹം നടത്തുന്നുണ്ട്. അതും ഒരു വിജയമാണ്. ഭാഗ്യത്തിന് അതിനൊക്കെ ഇടം കൊടുക്കുന്ന സ്ഥാപനത്തിൻ്റെ ചുമതല ഇപ്പോൾ എനിക്കുള്ളതുകൊണ്ട് അതും ഒരു അഡീഷണൽ സന്തോഷമാണ്. ഈ 3 പേരുടെയും സാന്നിധ്യത്തിൽ അവർ പറയാൻ പോകുന്ന വാക്കുകൾക്കാണ് കൂടുതൽ മൂല്യം എന്നതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വ്യവസായശാലകൾക്ക് ഒപ്പം ആ വ്യവസായത്തിൻ്റെ ഉൽപ്പന്നം എന്താണെങ്കിലും അതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഒരു സാമൂഹ്യമായ കാഴ്ചപ്പാട് കൂടി അതിനകത്ത് അടക്കം ചെയ്യണമെന്ന ആശയത്തിന് ഒരു 6 പതിറ്റാണ്ട് മുമ്പ് തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഇന്നത്തെ CSR ഉണ്ടല്ലോ, ഇന്നത്തെ രൂപീകരിക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന CSR ആ ഒരു എൻറ്റിറ്റിക്ക് അന്നേ വലിയ കാഴ്ചപ്പാടോടുകൂടി വ്യവസായത്തിനൊപ്പം ഇതാകാമെന്ന് കണക്കാക്കി പുറപ്പെട്ട ആളാണ് MK നായർ. MK നായരെ സംബന്ധിച്ച് ആദ്യം സമയമെടുത്തൊന്നും പറയുന്നില്ല. പക്ഷേ കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യവസായ പ്രതിഭയാണ്. പക്ഷേ വ്യവസായത്തിൻ്റെ തന്നെ നടത്തിപ്പിൽ ഇന്ന് നമ്മൾ പറയുന്ന കാർബൺ ന്യൂട്രാലിറ്റി, അതുപോലെ തന്നെ ആഗോള താപനം, അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി ഉത്കണ്ഠകൾ, ഇതെല്ലാം വളരെ മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് നിലപാടുകൾ എടുത്തതുകൊണ്ടാണ് FSCTക്ക് ഇത്രയുമേറെ സ്ഥലം വന്നത്. അത് വലിയൊരു സമ്പത്തായി തുടരുകയാണ്. ഭാവിയുടെ വികസനത്തിന് ഒരു കമ്പനി മുൻകൂട്ടി തന്നെ ഭൂമി എടുക്കണമെന്നുള്ള ആശയം HMD ആണെങ്കിലും FSCT ആണെങ്കിലും ഒക്കെ വരുമ്പോൾ അതിൻ്റെ പുറകെ ഒരു കാഴ്ചപ്പാടുണ്ട്. സ്ഥലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്ഥലത്തോടൊപ്പം വ്യവസായങ്ങൾക്ക് തുടങ്ങിയിടത്ത് നിന്ന് മുൻപോട്ട് പോകുന്നതിന് ഒരുപാട് പുതിയത് ഉൾപ്പെടുത്തി പോകേണ്ടതുണ്ട്. സാങ്കേതികവിദ്യ, പുതിയ ആശയങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ, പുതിയ അഭിരുചികൾ, ഇതെല്ലാം അതിനെ എല്ലാം സ്വായത്തമാക്കിക്കൊണ്ട് എല്ലാ പ്രതിഭകളെയും സമ്മേളിപ്പിക്കുന്ന ഒരു വലിയ കല. അങ്ങനെയാണ് ഫെഡോ വരുന്നത്, അങ്ങനെയാണ് ഫ്യൂ വരുന്നത്, അങ്ങനെയാണ് ഇതിൻ്റെ വികസന മേഖലകളുണ്ടാകുന്നത്, അങ്ങനെയാണ് വളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്കുള്ള ഉൽപ്പന്ന വൈവിധ്യങ്ങളിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല, സാംസ്കാരിക മണ്ഡലം, തൊഴിൽ കഴിഞ്ഞാൽ പിന്നെ കുടുംബജീവിതവും തൊഴിലാളിയുടെ വ്യക്തിജീവിതവും ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ അതിനെ പറ്റുന്ന ഒരു അന്തരീക്ഷം, ഒരു ടൗൺഷിപ്പ് എന്ന സങ്കല്പം മനോഹരമാണ്. ഒരു ജനതയുടെ ജീവിതത്തിൻ്റെ ഇടത്തിൽ ടൗൺഷിപ്പിൽ FSCT ടൗൺഷിപ്പ് ഈ ഇന്ത്യക്ക് മാതൃകയാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ശരിക്കു പറഞ്ഞാൽ ഒരു സാംസ്കാരികമായ മികവിൻ്റെ, മതനിരപേക്ഷതയുടെ, എല്ലാത്തിനെയും ചേർക്കുന്ന ഒരു വൈവിധ്യങ്ങളെ ഒരു മഴവില്ലിൻ്റെ മനോഹാരിതയിൽ സൂക്ഷിക്കുന്ന കാഴ്ചപ്പാട് ഈ ടൗൺഷിപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്തൂടെ എല്ലാം വന്നു. സ്പോർട്സ്, കലകളെന്ന് പറഞ്ഞാൽ കലയുടെ അന്യം വന്നു പോകുന്നതിനെപ്പോഴും തിരിച്ചു പിടിക്കുന്നതുകൊണ്ട് കഥകളിക്കെല്ലാം അംഗീകാരം കിട്ടിയത്, എല്ലാ കലകൾക്കും. അതൊക്കെ ശരിയായ നടപടികളായിരുന്നു. പക്ഷെ പുരോഗതിയുടെ നമ്മുടെ ഗതിക്രമത്തിനകത്ത് നമുക്കത് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ FSCT ഒരു വല്ലായ്മയിലേക്ക് ചെന്ന് പെട്ടെങ്കിലും വെന്റിലേറ്ററിലായെങ്കിലും ഇപ്പോൾ അത് വീണ്ടും പൂർവ്വ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നിരിക്കണം. പക്ഷേ സ്കൂളിനെ അതേ പ്രതാപത്തിൻ്റെ അനുപാതത്തിൽ സംരക്ഷിക്കാൻ കഴിയാത്ത ദുഃഖകരമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അതിവിടുത്തെ ചർച്ചാ വിഷയമല്ലാത്തത് കൊണ്ട്, എന്നാൽ ആനുഷാംഗികമായി സൂചിപ്പിക്കാത്തത് അപരാധമാകുമെന്നുള്ളത് പറയുന്നു. ഈ സ്കൂളിന് ഇതിനേക്കാളും മികച്ച നിലയിൽ മുൻപോട്ട് പോകാൻ എല്ലാ അർഹതയുമുണ്ട്. കാലോചിതമായ വികാസത്തിൻ്റെ എല്ലാ അംശങ്ങളും ലഭിക്കാനുള്ള അർഹത നഷ്ടപ്പെടുന്നത് എവിടെയാണെന്ന് അന്വേഷിക്കാൻ കൂട്ടായി നമുക്ക് കഴിയേണ്ടതാണ്. ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമ്മുടെ കൂട്ടായ പരാജയത്തിൻ്റെ ഒരു പ്രശ്നം അതിനകത്ത് കിടപ്പുണ്ട്. ഒരു വ്യവസായം വളരുകയും അതിൻ്റെ അനുബന്ധ ഘടകങ്ങൾ അങ്ങനെ നിൽക്കാതിരിക്കുകയും ചെയ്യുന്ന കുറവ് എന്തുകൊണ്ട്? അതൊരു വൈരുദ്ധ്യാത്മകതയാണ്.
അത് സ്വാഭാവികമല്ല, അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അതെന്തുകൊണ്ടെന്നുള്ള കാര്യവും ഒരു പുനർവിചാരവും ആലോചനയും അതിൻ്റെ വീണ്ടെടുപ്പ് എന്ന് വെച്ചാൽ റെജുവനേഷൻ, പുനരുജ്ജീവനം ആവശ്യമാണ്. അതിനെല്ലാം ഈ തരത്തിലുള്ള ഒത്തുചേരലുകൾ കുറച്ചെങ്കിലും സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇവിടെ കാലത്ത് വലിയ തോതിൽ ആളുകളുണ്ടായിരുന്നു. 54-60 കൊല്ലക്കാലത്തെ അനുഭവങ്ങളുടെ പോയ കാലത്തിൻ്റെ ഓർമ്മകളെ ഒന്ന് വീണ്ടും പങ്കുവയ്ക്കാനും ഓർത്തെടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയാനുമൊക്കെ ആഗ്രഹിച്ചും കൊതിച്ചും വന്ന ആളുകൾക്ക് അസഹ്യമായ ചൂട് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ട് പക്ഷെ ഒന്നും ചെയ്യാനായില്ല. നാളെയും ഇന്നുമായി നടക്കുന്ന ഈ സംരംഭത്തിന് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു വലിയ വിജയമാകാൻ കഴിയുന്നുണ്ട്. അതിൽ നിങ്ങളോടൊപ്പം അഭിമാനപൂർവ്വം പങ്കാളികളായിക്കൊണ്ട് നീണ്ട ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ വിഷയബന്ധിതമായ ഒരു വർത്തമാനത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ പൂർണ്ണമായും 100% പങ്കുവഹിച്ചുകൊണ്ടും പങ്കുചേർന്നുകൊണ്ടും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. നമുക്ക് നമ്മുടെ അതിഥികളെ കേൾക്കാം. അവർ പറയുന്നത് നമ്മൾക്ക് പ്രയോജനകരമാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അഭിവാദനങ്ങൾ. ബാലതാരമായി തുടങ്ങിയ സിനിമാ ജീവിതം, 2001 അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തനം, 2011 സ്വതന്ത്ര സംവിധായകൻ. ഇതിനെല്ലാം പുറമെ തിരക്കഥാകൃത്ത്, അഭിനേതാവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ശ്രീ സോഹൻ സീനുലാൽ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്മൃതിപർവം 2024 ആദ്യ ദിന കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ എം പത്മകുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സ്മൃതിപർവം 2024 ഈ കലാസന്ധ്യയിലേക്ക് ക്ഷണിക്കപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിലും എഴുത്തുകാരിലും ഒരാളായ, മലയാള സിനിമയിലെ ഒരു മികച്ച നടൻ എന്ന രീതിയിൽ ഇനി ഭാവിയിൽ അറിയപ്പെടാൻ കൂടെ പോകുന്ന പ്രിയപ്പെട്ട മെക്കാടൻ സാറാണ്. സാറിനോടും ഇതിൻ്റെ സംഘാടകരോടും എല്ലാവരോടും എൻ്റെ അകൈതവമായ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് പ്രതിഭാശാലികളെ, ഒരുപാട് പ്രതിഭകളെ ഈ സമൂഹത്തിനും ഈ ലോകത്തിനും സമ്മാനിച്ചിട്ടുള്ള ഒരു മഹത്തായ സ്കൂളിൻ്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് ഇത്തരം വാക്കുകൾ പറയാൻ സാധിക്കുന്നതിൽ ഞാൻ അതിയായി അഭിമാനിക്കുന്നു. ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായിട്ട് കൂടി ഞാൻ ഈ നിമിഷത്തെ കാണുന്നു. ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യാൻ മാത്രമുള്ള പ്രാപ്തി അല്ലെങ്കിൽ അനുഭവം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സ്കൂളിൽ, സാധാരണ നമ്മളൊരു സ്കൂളിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ, സ്കൂളിൻ്റെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ, സ്കൂളിലെ നമ്മൾ ഒരേ കാലഘട്ടത്തിൽ പഠിച്ച, ഒരേ സെഷനിൽ പഠിച്ച ആളുകളുടെ ഒരു കൂടിച്ചേരൽ, ഒരു ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ ഒരു യുവജനോത്സവം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചടങ്ങുകൾക്കാണ് ഞങ്ങൾ സാധാരണ പോകാറുള്ളത്. പക്ഷേ ഇത് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഒരു സ്മൃതി പർവ്വം, ഈ സ്കൂൾ ഇതോടെ ഒരു ഓർമ്മകളിലേക്ക് മാറുകയാണ് എന്ന് പറയുന്ന, വളരെ സ്കൂളിൻ്റെ നല്ല നല്ല ഓർമ്മകളോടൊപ്പം, പ്രോജ്വലമായ ഓർമ്മകളോടൊപ്പം ഈ സ്കൂൾ ഇല്ലാതാവുന്നു, സ്കൂൾ ഓർമ്മകൾ മാത്രമായി മാറുന്നു എന്ന് പറയുന്ന ഒരു വളരെ വേദനാജനകമായ, നമ്മുടെ ചന്ദ്രൻപിള്ള സാർ പറഞ്ഞതുപോലെ എന്തുകൊണ്ടോ എവിടെയോ പറ്റിയ പാളിച്ചകളൊക്കെ ഈ വ്യവസായം എന്ന നിലയിൽ FACT ഒരുപാട് വളർന്നപ്പോഴും ഈ സ്കൂൾ എന്തുകൊണ്ട് നിലനിർത്താൻ പറ്റിയില്ല, നിലനിർത്താനായില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സ്കൂൾ ഇങ്ങനൊരു സ്മൃതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വേദനാജനകമായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച്, എൻ്റെയും നിങ്ങളും ഇവിടെ കൂടിയിരിക്കുന്നവരുടെയൊക്കെ ഒരു തലമുറയെ സംബന്ധിച്ച് സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്, സ്കൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വല്ലാത്ത വികാരമാണ്. നമ്മൾ വീട് കഴിഞ്ഞാൽ ഒരു രണ്ടാം വീടായിട്ടാണ് നമ്മളൊക്കെ സ്കൂളിനെ കണ്ടിരുന്നത്. രണ്ടാം വീടായിട്ടല്ല, ഒരുപക്ഷെ വീടിനേക്കാൾ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഒരുപക്ഷെ സ്കൂളിനെ ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിനെ കരുപ്പിടിപ്പിച്ച, നമ്മുടെ ജീവിതത്തിന് വെളിച്ചം നൽകിയ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത, ഊട്ടിയുറപ്പിച്ച കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഹൈസ്കൂൾ ജീവിത കാലഘട്ടമാണ് തീർച്ചയായിട്ടും. അത്
ഒരു കോളേജ് ജീവിത കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഏറ്റവും അധികം നമ്മളെ സ്വാധീനിക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് ഹൈസ്കൂൾ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സ്കൂളിനുള്ള പ്രസക്തി എന്താണെന്ന്, സാങ്കത്യം എന്താണെന്ന് നമ്മൾ ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കെല്ലാവർക്കും അത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അത് എത്രത്തോളം അനുഭവിച്ചറിയാനാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാനൊക്കെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് ഏതാണ്ടൊരു 3-4 കിലോമീറ്ററോളം നടന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. ആ 3-4 കിലോമീറ്ററിലത്തെ നടത്തം ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ എത്ര കഷ്ടപ്പാടായിട്ടും അചിന്ത്യമായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലെ ആ 3-4 കിലോമീറ്ററിലെ നടത്തം, ആ സമയത്തെ കൂടിച്ചേരലുകൾ, കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങളൊക്കെ തന്നെയാണ് ഭാവിയിലുള്ള എൻ്റെ ജീവിതത്തെ ഒരു കലാകാരൻ എന്ന നിലയിലും ഒരു മനുഷ്യനെന്ന നിലയിലും എൻ്റെ ജീവിതത്തെ കരുപിടിപ്പിച്ചതെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. അത്തരമൊരു സ്കൂൾ നമ്മുടെ ജീവിതത്തെ എത്രയേറെ സ്വാധീനിച്ച സ്കൂൾ ഇനി ഇപ്പോൾ തിരിച്ച് മുണ്ടൂർ ഹൈസ്കൂളിൻ്റെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ കാര്യം എടുത്താൽ ഞങ്ങൾ ഇപ്പോഴും വർഷത്തിലൊരിക്കലും അവിടെ ഒത്തുചേരാറുണ്ട്. ആ സ്കൂളൊക്കെ ഇതുപോലെ ഇല്ലാതാവുക, സ്മൃതിയിലേക്ക് മറഞ്ഞു പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാനാവാത്ത ഒരു കാര്യമാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് ഈ സ്കൂൾ പോകുന്നു എന്ന് പറഞ്ഞാലും ഇത്രയും ആളുകൾ ഈ സ്കൂളിൽ പഠിച്ച് ഇത്രയും പേർ ഇവിടെ ഒത്തുചേരുകയും ഇതിനുവേണ്ടി ഈ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി ഇത്രയും പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല. ഇത്രയും ആളുകൾ ഇവിടെ ഒന്നിച്ചു ചേരുകയും ഒരേ വികാരങ്ങൾ ഒരുപോലെ പങ്കിടുകയും ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യമാണ്. ഇത് സംഘടിപ്പിച്ച എല്ലാവരെയും ഒരുപാട് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പുറകിലുള്ള പരിശ്രമങ്ങളെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കൂടുതൽ ഒന്നും സംസാരിക്കാനില്ല. ഈ സ്കൂളിൻ്റെ പ്രോജ്വലമായ ഓർമ്മകൾ, മഹത്തായ ഓർമ്മകൾ നമ്മുടെ തലമുറയെ മാത്രമല്ല ഇനി വരുന്ന തലമുറയെയും ഉത്തേജിപ്പിക്കട്ടെ, ഊർജ്ജസ്വലരാക്കാൻ അവരെ പ്രേരിപ്പിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. താങ്കളുടെ സാന്നിധ്യത്തിനും നല്ല വാക്കുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അടുത്തതായി ശ്രീ സോഹൻ സീനുലാലിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ GCDA ചെയർമാൻ കൂടിയായ ശ്രീ കെ ചന്ദ്രൻപിള്ള സർ, ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്ത സഹപ്രവർത്തകനും ജ്യേഷ്ഠതുല്യനുമായ പത്മകുമാർ സംവിധായകൻ, ഞങ്ങളെല്ലാം ഏറെ ആദരിക്കുന്ന പട്ടണം റഷീദ് ഖാ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഗോപിനാഥ് സാർ, പട്ടണം ഷാ, മെക്കാട്ടിൻ സാർ തുടങ്ങിയ ഒട്ടനേകം പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം ഒട്ടനേകം പേർ ഇവിടെ ഇനി എത്താനുണ്ട്. പപ്പേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രഗത്ഭർ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അസംഖ്യം പ്രതിഭകളെ സംഭാവന ചെയ്ത ഈ സ്കൂളിൽ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എൻ്റെ അഭിമാനം, അല്ലെങ്കിൽ എൻ്റെ സന്തോഷം. എന്നെയും ക്ഷണിച്ചത് ഞങ്ങളുടെ ഗുരുതുല്യനായ മെക്കാട്ടിൻ സാറാണ്. ആ സന്തോഷം അറിയിക്കുന്നു. ഈ കൂട്ടായ്മ ഈ സ്കൂൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികൾക്കും വലിയ രീതിയിലുള്ള ഒരു പരിഹാരമായി തീരട്ടെ. അതിന് ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരുപാട് സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കുറച്ചെങ്കിലും ചന്ദ്രൻപിള്ള സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ സാധിച്ചത്. അതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ ഒരു വേളയിൽ വലിയ ദീർഘമായ സംഭാഷണത്തിനും ഒത്തിരുന്നില്ല. എല്ലാ ആശംസകളെയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ സ്കൂളിൻ്റെ അഭിമാനം ശ്രീ ആനന്ദ് നീലകണ്ഠനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും. ചന്ദ്രൻപിള്ള സാറ് കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഏപ്രിൽ 21-നാണ് വരാൻ പറഞ്ഞത്. ഞാനിവിടെ ഒരിക്കലും ഫോർമലായിട്ട് സംസാരിക്കില്ല. ഫോർമലായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. സാധാരണ വർത്തമാനം പറയുന്ന പോലെ ഞാൻ ഇവിടെ നിന്ന്
നമ്മളൊക്കെ സാറിന് സംസാരിക്കണ പോലെ സംസാരിക്കാം. അപ്പോൾ ചന്ദ്രൻപിള്ള സാർ എന്നെ വിളിച്ച് ഇതിന് വരണം ഏപ്രിൽ 21-നാണെന്നും പറഞ്ഞ് ഞാൻ അന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം ഇത് പ്രോഗ്രാം മാറിയ കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ മിനിഞ്ഞാന്നാണ് വീട്ടിൽ നിന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞത്, നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞില്ല, നീ എന്താ പറയാത്തതെന്ന്. അപ്പം എനിക്കറിയില്ലായിരുന്നു ഞാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം തന്നെ സാറിനെ വിളിച്ചു. സാറ് പറഞ്ഞു, അയ്യോ അത് പറയാൻ വിട്ടുപോയി, പക്ഷേ ഞങ്ങളൊരു സ്വാതന്ത്ര്യം എടുത്തിട്ട് ആനന്ദൻ്റെ പേരിട്ടിട്ടുണ്ട്, ആനന്ദ് എന്തായാലും വരണം എന്ന് പറഞ്ഞു. പിന്നെ അപ്പം തന്നെ ഓടിപ്പിടിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. എത്തുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ വിളിക്കുന്നത് ഇതൊരു ഒത്തുചേരൽ എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. ഇതൊരു പറയാൻ വിഷമമുണ്ട്, ശവമടക്കിന് വിളിച്ചാണെന്ന് അറിയില്ലായിരുന്നു. സ്കൂള് ഇവിടെ പഠിച്ച് വളർന്ന ആളാണ് ഞാൻ. 8, 9, 10 ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇങ്ങോട്ട് മാറി സെൻട്രൽ യു പിയിൽ പഠിച്ചു 6ാം ക്ലാസ്. 6, 7, 8, 9, 10 ഇവിടെ 5 കൊല്ലം ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ചു പോയത്. ഈ സ്റ്റേജിൽ ഞാൻ നാടകമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്കൃത നാടകവും മറ്റുമൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളൊരു സ്റ്റേജാണിത്. ഈ സ്റ്റേജായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ഥാപനം, സ്കൂൾ എന്താണ് എന്നുള്ളൊരു 2 മിനിറ്റ് എടുക്കാമല്ലോ അല്ലേ? സ്കൂൾ എന്താണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അറിയുന്ന ആൾക്കാരല്ല ഇതിൻ്റെ ഇപ്പോഴുള്ള മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞേ പറ്റൂ. FACT തന്നെയാണ് പറയുന്നത്. സ്കൂൾ വെറും ഒരു കെട്ടിടമാണ്, അത് ലാഭമുണ്ടാക്കാനുള്ളൊരു സാധനമാണെന്ന് വിചാരിക്കുന്ന ആളുകളോട് നമുക്കൊന്നും പറയാനില്ല. അങ്ങനെ അധികം ലാഭമുണ്ടാക്കാൻ അറിയുന്നവരായിരുന്നെങ്കിൽ ഈ കമ്പനി മര്യാദയ്ക്ക് ലാഭമായിട്ട് നടത്തിയേനെ. ഈ കമ്പനി നടത്തി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി നശിപ്പിച്ചിട്ട് അവസാനം സ്കൂളിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്കൂൾ പൂട്ടുന്നവരോട് എന്തെങ്കിലും പറയാൻ പറ്റും, ക്ഷമിക്കാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇവരോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സ്കൂൾ പൂട്ടിക്കളയുക എന്നുള്ളത്. കൊച്ചി നഗരത്തിൽ നിന്ന് ഏറ്റവും സൗകര്യമുള്ള ഒരു സ്കൂളാണിത്. ഇത്രയും വലിയ ഗ്രൗണ്ട് ഇവിടെ എവിടെയില്ല. ഒരു 4 കാല് കെട്ടിപ്പൊക്കി ഒരു 4 നില കെട്ടിടത്തിൽ നടത്തുന്ന പ്രൈവറ്റ് സ്കൂളിൽ 10-15 ലക്ഷം രൂപ ഫീസ് കൊടുത്ത് പഠിക്കാൻ ആളുണ്ട്. ഇതുപോലൊരു സ്കൂളിൽ, ഇത്ര സൗകര്യമുള്ളൊരു സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതും പല മേഖലകളിൽ കഴിവ് തെളിയിച്ച് വന്നിട്ടുള്ളതും. സ്കൂളെന്ന് പറയുന്നത് കുറേ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഇംഗ്ലീഷിൽ മാത്രം വർത്തമാനം പറയുന്ന കുറേ കോൺവെൻറ്റ് ചിക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രോയിലർ കോഴികളെ ഇറക്കി വിടുന്ന ഒരു സ്ഥാപനമല്ല എന്ന് ഒരു ഇതിൻ്റെ ഉടമസ്ഥർ വിചാരിക്കുന്നു. അന്നേ നന്നാവുള്ളൂ. ഇങ്ങനെ ആശംസകൾ പറഞ്ഞു പോകാൻ എളുപ്പമാണ്. ഞാൻ ആശംസയല്ല, ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ചില പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോംബെക്ക് പോകുന്ന കാരണം എനിക്ക് പറയേണ്ട കാര്യം പറഞ്ഞിട്ട് പോവാം. അതുകൊണ്ടാണ് ഞാനിത് പച്ചയ്ക്ക് പറയുന്നത്. ഇവിടുന്ന് പുസ്തകങ്ങൾ എല്ലാവർക്കും അറിവ് കിട്ടും. പുസ്തകങ്ങളുടെ തന്നെ ആവശ്യമില്ല. ശരിക്കും ഇന്നത്തെ കാലത്ത് സ്കൂളിൻ്റെ ആവശ്യമുണ്ടോയെന്നും ചിന്തിച്ച് നോക്കിയേ. പരീക്ഷകളുടെ ആവശ്യമുണ്ടോയെന്നും ചിന്തിച്ച് നോക്കിയേ. എല്ലാ സാധനവും മൊബൈലിൽ കിട്ടുന്ന കാലമാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കുട്ടികൾ ധാരാളം ഒന്നിച്ച് വന്ന് അവരുടെ ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലമാണ്. ക്യാരക്ടർ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന സാധനമല്ല, അവരുടെ സ്വഭാവം രൂപീകരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്ന സ്കൂള്. അത് കുറച്ച് പരീക്ഷയ്ക്ക് പഠിപ്പിക്കുന്ന, കാണാതെ പഠിപ്പിക്കുന്ന കോട്ട ഫാക്ടറി ആക്കി കൊണ്ടുവരുന്ന രീതിയിൽ അർത്ഥമൊന്നുമില്ല. ഈ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചിരുന്നവരൊന്നുമല്ല ഏറ്റവും നന്നായിട്ട് രക്ഷപ്പെട്ടു പോകുന്നവർ. പിന്നെ ഈ രക്ഷപ്പെടൽ എന്നുള്ളതും നന്നാവാന്നുള്ളതും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷനാണ്. അത് സമ്പത്തിൻ്റെ പേരിലോ പ്രശസ്തിയുടെ പേരിലോ മാത്രമല്ല, സമാധാനമായിട്ട് ജീവിക്കുന്നവർ ആ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടാണത്. ആൾക്കാർക്ക് സ്വഭാവ രൂപീകരണം നടന്നുകൊണ്ടാണ് ആൾക്കാർക്ക് വൃത്തിയായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അത് ഇവിടത്തുള്ള ടീച്ചേഴ്സും ഇവിടെ ഉണ്ടായിരുന്ന കൂട്ടുകെട്ടും ഇവിടെ ഉണ്ടായിരുന്ന ആർട്സിനും സ്പോർട്സിനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന, കലയ്ക്കും കായികമായിട്ടുള്ള കാര്യത്തിനും ഏറ്റവും കൂടുതൽ പ്രതിഭകളെ സൃഷ്ടിച്ച സ്കൂളാണിത്. വെറും പഠിച്ച് റാങ്ക് മേടിക്കുക എന്നുള്ളതിലുപരി എല്ലാത്തിനും നമുക്ക് സൗകര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എത്ര പേർക്ക്, ഞങ്ങൾ 8 പേരാണ് സംസ്കൃതം പഠിച്ചിരുന്നത്. നാരായണമേനോൻ സാറായിരുന്നു അന്ന് സാറ് മരിച്ചുപോയി. 8 പേരാണ് സംസ്കൃതം പഠിച്ചിരുന്നത്. ഞങ്ങൾക്ക് സംസ്കൃതം അറിയില്ല, കാണാതെ പഠിച്ചാണ്. സാറിന് മാത്രമേ സംസ്കൃതം അറിയാവുന്ന ഒരേ ഒരാൾ നാരായണമേനോൻ സാറായിരുന്നു. എന്നിട്ട് ഞങ്ങളിവിടെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്, ആൾക്കാർ കൈയടിച്ചിട്ടുണ്ട്, കൂവിയിട്ടുമുണ്ട്. എല്ലാ സാധനങ്ങളും, കഥകളി ആവട്ടെ, ഭരതനാട്യം ആവട്ടെ, മോഹിനിയാട്ടം ആവട്ടെ, ബാൻഡാവട്ടെ, നാഷണൽ ലെവലിൽ ഇതേപോലെ സാധാരണക്കാരുടെ FACTയിലെ തൊഴിലാളികളും അല്ലാതെ, ഞാനൊന്നും എൻ്റെ അച്ഛനൊന്നും FACTയിൽ വർക്ക് ചെയ്യായിരുന്നില്ല, സാധാരണ പുറത്തുള്ള ഔട്ട്സൈഡ് ആൾക്കാരുടെ കോട്ടയിലാണ് നമ്മളൊക്കെ വന്നത്. അങ്ങനെയൊക്കെയുള്ള സാധാരണക്കാർ പഠിച്ചിരുന്ന ഒരു ഗവൺമെൻറ് സ്കൂൾ പോലെ തന്നെ ഉണ്ടായിരുന്ന, വളരെ കുറഞ്ഞ ഫീസ് ഉണ്ടായിരുന്ന എത്രയോ പേരെ വാർത്തെടുത്തൊരു സ്കൂളാണിത്. അതുപോലുള്ള ടീച്ചേഴ്സാണ് എന്നെ പഠിപ്പിച്ച പല ടീച്ചേഴ്സും. ഞാൻ കുറേ പേരൊക്കെ കാണാമെന്ന് വിചാരിച്ചു, പലരെയും കാണാൻ പറ്റിയില്ല.
കണ്ട അന്നമ്മ ടീച്ചർ, മേരി ടീച്ചർ, അതുപോലെ ഗോപി സാറ്, ദേവയാനി സാറ്, കണ്ട കുറേ പഠിച്ചു പോയി. പലരുടെയും മക്കൾ എൻ്റെ കൂടെ പഠിച്ചവരാണ്. അതുകൊണ്ട് ചിലരായിട്ടൊക്കെ ടച്ച് ഉണ്ട്. അവരൊക്കെ പഠിപ്പിച്ച ഒരു സാധനം ഓർമ്മയില്ല, ഏത് സബ്ജക്റ്റാണ് എടുത്തതെന്ന് തന്നെ ഓർമ്മയില്ല. പക്ഷെ അവർ പറഞ്ഞു തന്ന എങ്ങനെ ആളുകളോട് പെരുമാറണം, എങ്ങനെ ബാക്കിയുള്ളവരായിട്ട് എങ്ങനെ ഒരു മനുഷ്യനാവണമെന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അതിന്നും ഓർമ്മയുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അല്ലാതെ പഠിച്ച സാധനം 10ാം ക്ലാസ്സിൽ എന്ത് പഠിച്ചു, കണക്ക് എന്ത് പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ 10ലപ്പുറം എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല, ഇതൊക്കെ മറന്നുപോയി. ഇതെല്ലാവരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പഠിച്ച എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചാണ്, എനിക്കൊരു സാധനം ഓർമ്മയില്ല എന്താ പഠിച്ചതെന്ന്. എനിക്ക് ഇന്നും കൂട്ടാൻ പറ്റില്ല പല സാധനവും. പഠിച്ച പണിയല്ല നമ്മളാരും ചെയ്യുന്നത്, മിക്കവരും ചെയ്യുന്നത് പഠിച്ച പണിയല്ല. അവർ പഠിപ്പിച്ചു തന്ന ചില മൂല്യങ്ങളുണ്ട്, വാല്യൂസ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഇപ്പം എൻ്റെ പിള്ളേർ ഇതേപോലത്തെ ഇൻ്റർനാഷണൽ സ്കൂളിൽ അവിടെ ഇവിടെയൊക്കെ പഠിച്ചു വന്നതാണ്. അവർക്ക് ഉള്ളതിൽ കൂടുതൽ, അവർക്ക് ഇന്ന് ഈ ഗൂഗിളും ഇൻ്റർനെറ്റും വെച്ചുള്ളതിൽ കൂടുതലുള്ള ലോക വിജ്ഞാനം ഞങ്ങളെപ്പോലുള്ളവർ ഒരു ബോസ്റ്റിങ് പറയുകയാണ്. എന്താണ് പൊങ്ങച്ചം പറയാമെന്ന് വിചാരിക്കരുത്. നമ്മളിവിടുത്തെ ലൈബ്രറിയിൽ നിന്നും നാറായണത്തുണ്ടായിരുന്ന ലൈബ്രറിയിൽ നിന്നൊക്കെ പോയി ഉള്ള പുസ്തകം വായിച്ചിട്ട് ഞങ്ങൾക്ക് ഈ പിള്ളേരൊക്കെ കൂടുതൽ വിവരം ആ പ്രായത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ഇതുപോലെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരം തന്നിരുന്ന ഒരു സ്കൂളും അതിൻ്റെ ടീച്ചേഴ്സും അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ അപേക്ഷയുള്ളത്, സാറിനോട് ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, സർക്കാർ സ്കൂളെങ്കിൽ സർക്കാർ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലോ എന്തെങ്കിലും ആക്കിയെടുത്താൽ നല്ലതായിരുന്നു. ഇതിങ്ങനെ മറഞ്ഞുപോയി. ഇവിടെ എന്തെങ്കിലും ഒരു 4 അപ്പാർട്ട്മെൻറ്റ് വന്ന് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാണ്. കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കാനില്ല. നന്ദി, നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പൂർവ്വ വിദ്യാർത്ഥിയുടെയും മനസ്സ് വായിച്ചതുപോലെ സംസാരിച്ച ശ്രീ ആനന്ദിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. മേക്കപ്പ് എന്നത് വെറും ചായം പൂശലല്ല എന്നും അതിനുമപ്പുറം അതിൻ്റെ അനന്ത സാധ്യതകളിലൂടെ മലയാളിയുടെ അഭിമാനമായ നമ്മുടെ സഹപാഠി ശ്രീ പട്ടണം റഷീദിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ആനന്ദ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിക്കുകയല്ല, സ്കൂൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് അതേ സ്കൂളിൻ്റെ അങ്കണത്തിൽ വന്നിട്ട് സ്മൃതി പർവം എന്ന ഈ പരിപാടിയിൽ സംസാരിക്കാൻ കഴിയുന്നത് ഈ മുറ്റത്ത് പഠിച്ച് കളിച്ച് വളർന്ന ഒരാളെന്ന നിലയിൽ അതിനൊരു ഭാഗ്യം കിട്ടിയത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കൂടുതൽ നമ്മുടെ ഇവിടെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ സ്കൂളിൽ നിന്നും വിജയിച്ചു പോയിട്ടുള്ളവർ അവരവരുടെ മേഖലകളിൽ വിജയിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ശാസ്ത്ര മേഖലകളിലും കായിക കലാമേഖലകളിലും വിജയിച്ച് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ നിരവധി ആളുകളുണ്ട്. പക്ഷേ ആ ഒത്തുചേരൽ കുറേ കൂടി ശക്തമാകുകയും ഈ സ്കൂൾ പഴയ പ്രതാപത്തോടുകൂടി നിലനിർത്താൻ അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത്. ഏതായാലും ഈ പരിപാടിയിൽ വിളിച്ചതും ഈ പരിപാടിയിൽ സംബന്ധിച്ചതും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയതും എല്ലാം ഓർമ്മയിൽ എന്നും ഉണ്ടാവും. നന്ദി, നമസ്കാരം. ഈ സാന്നിധ്യത്തിനും വാക്കിനും ഒരുപാട് നന്ദി. ഇന്നത്തെ കലാസന്ധ്യ എത്ര മനോഹരമായ തുടക്കം അല്ലേ? ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഇത്തരമൊരു സന്ധ്യ ഒരുക്കാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം. വേദിയിലിരിക്കുന്ന അതിഥികൾ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കലാപരിപാടികൾ ആരംഭിക്കുകയാണ്.